ആദ്യം അൽമായ കൂട്ടായ്മയുടെ പ്രതിനിധി ശ്രീ ഷൈജു ആന്റണി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷൈജു ആന്റണി, 4 മാസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്ന് പറയുന്ന ആ ക്രിസ്മസ് വിരുന്നിൽ രാഷ്ട്രീയ പ്രാധാന്യം ഒട്ടുമില്ല എന്ന് താങ്കൾ കരുതുന്നു? ഞാൻ അങ്ങനെ കരുതുന്നില്ല കേട്ടോ. അതില് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അതിൽ രാഷ്ട്രീയം പറയാതിരുന്നത് മഹാ അപരാധമാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരങ്ങളോട് കാണിക്കുന്ന വലിയ അപരാധമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ, സീറോ മലബാർ സഭയിലെ അടക്കമുള്ള സഭാ മേലധ്യക്ഷന്മാരെ, സഭയിൽ നിന്നുള്ള സഭയിലെ അംഗമായിട്ടുള്ള വലിയ ബിസിനസ്സുകാരെ, രാഷ്ട്രീയക്കാരെ, അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ആ മീറ്റിങ്ങിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലുള്ള പ്രധാനമന്ത്രിയുടെ നിലപാട് എന്താണ് എന്ന് പറയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് അത് സംഭവിച്ചത് ക്രിസ്മസ് ദിനത്തിലാണ്. അപർണ ഓർക്കണം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുക? അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കും, അവര് വീടിന്റെ കോലായിൽ അവരൊരു പുൽക്കൂട് ഒരുക്കും, വീടിന്റെ മുമ്പിൽ സീരീസ് ഇട്ടിട്ട് അലങ്കരിക്കും. അങ്ങനെ പല വിധത്തിലാണ്, അല്ലെ കേക്കുകൾ കൈമാറും. ഇങ്ങനെ പല വിധത്തിലാണ് കേരളത്തിലെ മുഴുവൻ ആളുകളും ക്രിസ്മസ് ആഘോഷിക്കുക. എന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് സ്വന്തം വീടിന്റെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊരു നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല, അവരുടെ വീടിന്റെ മുമ്പിൽ ഒരു പുൽക്കൂടൊരുക്കാനാകുന്നില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇംഫാൽ ഫ്രീ പ്രസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇംഫാലിലെ ക്രിസ്ത്യാനികൾ, മെയ്ത്തി ഹിന്ദുക്കളെ വിടും, മെയ്ത്തി ക്രിസ്ത്യാനികൾ, അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ക്രിസ്മസ് ഇല്ല, ഞങ്ങൾക്ക് വി ആർ ഫേസിങ് എ സ്റ്റാർലെസ് ക്രിസ്മസ്. ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കാൻ ഞങ്ങൾ ഭയപ്പെടുന്നു. ദേവാലയങ്ങൾ അടിച്ചു തകർക്കപ്പെട്ട് കിടക്കുന്നു, ഞങ്ങൾക്ക് ഇക്കുറി ക്രിസ്മസ് ഇല്ല എന്ന് പറയുന്ന ഒരു വലിയൊരു സമൂഹം ഇന്ത്യയിലെ ഒരു ഭാഗത്തുണ്ട്. ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഒട്ടാകെ അത്തരം സമൂഹങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് ഉറക്കെ പറയാൻ, ഒരു പാതിരാ കുർബാനയ്ക്ക് പോയിട്ട് ക്രിസ്മസിന്റെ എന്ന് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട്. ഇവരെ ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. ഈ തൃശ്ശൂരില് ഏങ്ങണ്ടിയൂർ എന്ന ഇടവകയിലെ അംഗമായ ഒരു ഫാദർ ബാബു ഫ്രാൻസിസ് ജയിൽ മോചിതനായത് ഡിസംബർ 23-ാം തീയതിയാണ്, 2-3 ദിവസം മുമ്പ്. 83 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. എന്തിനാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞതെന്നറിയാമോ? അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നും കൊലപാതക ശ്രമം നടത്തിയെന്നുമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ചാർജ്. കോടതി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുമ്പോൾ അദ്ദേഹം 83 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു. ഒരു കത്തോലിക്ക പുരോഹിതനാണെന്ന് ഓർക്കണം. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയാം? നിങ്ങൾ അറിയേണ്ടത് ഒരു കാര്യം, ശ്രീ സായി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥന നടത്തി എന്നുള്ളതാണ് മതപരിവർത്തനത്തിന് ആധാരമായ ആരോപണം. ആ പാസ്റ്ററെ അന്വേഷിച്ച് പോലീസുകാർ വീട്ടിൽ വരുമ്പോ ആ പാസ്റ്ററുടെ 2 സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. പാസ്റ്ററെ കിട്ടിയില്ല, അതുകൊണ്ട് ഈ 2 സഹോദരന്മാരെ കസ്റ്റഡിയിലെടുത്തു. ഈ പാസ്റ്ററുടെ മരുമകൻ അവിടെ ഉണ്ടായിരുന്നു, മരുമകനെയും കസ്റ്റഡിയിലെടുത്തു. അവർ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഈ പാസ്റ്ററുടെ 2 സഹോദരന്മാരിൽ ഒരു സഹോദരൻ കുറച്ചുനാൾ ഈ ഫാദർ ഫ്രാൻസിസിന്റെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു പോലും. അങ്ങനെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഫാദർ ബാബു ഫ്രാൻസിസിനെയും കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്തിട്ട്
മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കുറ്റം മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. അദ്ദേഹം ദീർഘനാൾ ജയിലിൽ കിടക്കണമെന്നുള്ള കൃത്യമായ ആസൂത്രണത്തോടുകൂടി പോലീസ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് കൊലപാതക ശ്രമത്തിനുള്ള കുറ്റമാണ്. അങ്ങനെ 83 ദിവസം അകത്ത് കിടന്നു. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ പലയിടത്തും, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ ഗ്രാമാന്തരങ്ങളിൽ വല്ലാതെ ഭീതിയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിലെ പ്രശ്നമടക്കം വിവിധ പ്രശ്നങ്ങൾ, അനവധിയായ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അത് അഡ്രസ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നെങ്കിലും പ്രധാനമന്ത്രി പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. രാഷ്ട്രീയം പറഞ്ഞില്ല. ഞാൻ വെറുതെ ക്രിസ്മസ് പറയാൻ വേണ്ടി വന്നതാണ്, സുവിശേഷം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് എന്നുള്ള ഒരു വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും.